ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓപ്പൺ സെറ്റ്, എന്താണ് ക്ലോസ്ഡ് സെറ്റ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ സെറ്റിൻ്റെയും ക്ലോസ്ഡ് സെറ്റിൻ്റെയും ഡെഫിനിഷനും എക്സാമ്പിൾസും മാത്രമാണ്. സോ നമ്മൾ ഓൾറെഡി എന്താണ് എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ നമ്മൾ എടുക്കുന്നു. എക്സ് ഈസ് എ റിയൽ നമ്പർ. ദി എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ വൈ ഇൻ ആർ സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ എപ്സിലൺ. ഇതിനെ നമ്മൾ വി എപ്സിലൺ ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. സോ ജോമെട്രിക്കലി നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇത് നമ്മുടെ റിയൽ ലൈനാണ്, ഇതിലുള്ള ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. എപ്സിലൺ ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസിനുള്ളിൽ നിൽക്കുന്ന റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. സോ എക്സിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ വി വിൽ റീച്ച് അറ്റ് എക്സ് പ്ലസ് എപ്സിലൺ. ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് എപ്സിലണിലെത്തും. സോ ഓപ്പൺ ഇൻ്റർവെൽ എക്സ് പ്ലസ് എപ്സിലൺ, എക്സ് മൈനസ് എപ്സിലൺ, എക്സ് പ്ലസ് എപ്സിലൺ എന്നുള്ളതിനെയാണ് നമ്മൾ വി എപ്സിലൺ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഡെഫിനിഷൻ ഫോർ നെയ്ബർഹുഡ്. ഇത് എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷനാണ്. ഇനി നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ. A is said to be a neighborhood of X if there exists some epsilon greater than 0 such that V epsilon of X is a subset of A. A എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. എക്സ് എന്ന് പറയുന്നത് ഏതോ റിയൽ നമ്പർ. സപ്പോസ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിൻ്റെ ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എയുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പറയും A is a neighborhood of X. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ എം ടേക്കിംഗ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എക്സ് എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എ. സപ്പോസ് ഐ എം ടേക്കിംഗ് എക്സ് ആസ് 1/2. സോ ഈ 1/2വിൻ്റെ ഒരു 1/4 നെയ്ബർഹുഡ്, 1/2വിൻ്റെ 1/4 നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ open interval 1/4, 3/4. It is contained in closed interval 0-1. So we can say that closed interval 0-1 is a neighborhood of 1/2. Okay. So a subset of R is said to be a neighborhood of a point X if there is some epsilon greater than 0 such that that epsilon neighborhood is contained in A. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷൻ, നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷൻ. അടുത്തതായിട്ട് നമ്മൾ ഓപ്പൺ സെറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാണ്. എ സെറ്റ് എ ഇൻ ആർ ഈസ് സെഡ് ടു ബി എൻ ഓപ്പൺ സെറ്റ് ഇഫ് എ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ്. നെയ്ബർഹുഡ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. എ ഒരു ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കണം എ. ചുരുക്കി പറഞ്ഞാൽ ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് എ, നമ്മൾ എയിലുള്ള ഏത് എക്സ് എടുത്താലും ആ എക്സിൻ്റെ ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എയുടെ ഉള്ളിലുണ്ടായിരിക്കണം. ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് എ, ദർ ഈസ് സം എപ്സിലൺ എക്സ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് epsilon x neighborhood of x, that means v epsilon x of x is contained in A. ഇങ്ങനെയാണെങ്കിലാണ് സെറ്റ് ഓപ്പൺ സെറ്റാണ് എന്ന് പറയാം. സോ തൊട്ട് മുമ്പ് ഞാൻ എടുത്ത എക്സാമ്പിൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1, ഇത് 1/2ൻ്റെ നെയ്ബർഹുഡാണ്. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ലുള്ള ഒരു പോയിൻ്റാണ് 1. ഈ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും നെയ്ബർഹുഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ൻ്റെ സബ്സെറ്റ് ആയിട്ടുണ്ടാവുമോ? സോ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓഫ് ദിസ് ഫോം. അപ്പോൾ എന്തായാലും 1 കഴിഞ്ഞ് അതിനൊരു പോർഷൻ വരും. സോ ദിസ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1.
അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് അല്ല. കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഒരു നെയ്ബർഹുഡ് പോലും ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 സബ്സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ടേക്ക് എനി എക്സ് ഫ്രം ദാറ്റ് സെറ്റ്, ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡെങ്കിലും ആ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സെറ്റ് ഓപ്പൺ ആണ് എന്ന് പറയാം. ഇനി നാലാമത്തെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ക്ലോസ്ഡ് സെറ്റ്? ഒരു സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പറയാം അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിലാണ്. സോ എ സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് ആർ ഈസ് സെഡ് ടു ബി ക്ലോസ്ഡ് ഇഫ് എഫ് കോംപ്ലിമെൻറ്റ് മീൻസ് ആർ മൈനസ് എഫ് ഈസ് എൻ ഓപ്പൺ സെറ്റ്. സോ ഈ 4 ഡെഫിനിഷനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. എപ്സിലൺ നെയ്ബർഹുഡ് എ എക്സിൻ്റെ നെയ്ബർഹുഡ് ആവണമെങ്കിൽ എക്സിൻ്റെ ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എയിലുണ്ടാവണം. എ ഓപ്പൺ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എയിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കണം എ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് കാണാം. സോ ഞാൻ ആദ്യം പറയുന്ന എക്സാമ്പിൾ ഇതാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് ദാറ്റ് സെറ്റ് എ ഈസ് ഓപ്പൺ എന്ന് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഫോർ each x in A there exists some epsilon x greater than 0 such that x in the epsilon x neighborhood, അതായത് x minus epsilon x x plus epsilon x എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ എയുടെ സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്കിവിടെ പറയുന്നത് ആർ ഓപ്പൺ സെറ്റ് ആണെന്നാണ്. ആർ ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ യു ടേക്ക് എനി എലമെൻറ്റ് ഓഫ് ആർ, ഈ എക്സിൻ്റെ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡെങ്കിലും ആറിൻ്റെ സബ്സെറ്റ് ആയിട്ടുണ്ടായിരിക്കണം എന്ന് പ്രൂവ് ചെയ്താൽ ആർ ഓപ്പൺ സെറ്റ് ആയിക്കോളും. സോ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ബി ആർബിട്രറി എന്ന് വെച്ചാൽ എക്സ് ആറിലുള്ള ഏതോ ഒരു പോയിൻ്റ് ടേക്ക് എപ്സിലൺ ഈക്വൽ ടു 1. അപ്പോൾ എക്സ് മൈനസ് 1 ഒരു റിയൽ നമ്പർ ആയിരിക്കും, എക്സ് പ്ലസ് 1 ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഓപ്പൺ ഇൻ്റർവൽ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റ് ആണ്. അതായത് V1 ഓഫ് എക്സ്, എപ്സിലൺ എക്സിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. V1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. V1 ഓഫ് എക്സ് തന്നെ വേണമെന്നില്ല, യു ക്യാൻ ടേക്ക് V2 ഓഫ് എക്സ് ഓർ V1/2 ഓഫ് എക്സ്, ഏതായാലും കുഴപ്പമില്ല. സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് ആർ, ആ എക്സിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡെങ്കിലും ആറിൻ്റെ സബ്സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ആർ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ്, ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഓക്കെ, സോ ആർ ഒരു ഓപ്പൺ സെറ്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ ഒരു കാര്യം പറയാം. ആറിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് സെറ്റ് ആയിക്കോളും. ആറിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റാണ്. സോ ആർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള എം ടി സെറ്റ് ഒരു ക്ലോസ്ഡ് സെറ്റാണ് എന്നും നമുക്ക് കിട്ടും. കാരണം ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആയിരിക്കണം. ഇവിടെ എം ടി സെറ്റ് ക്ലോസ്ഡ് ആണ്, കാരണം എം ടി സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് അതായത് ആർ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എം ടി സെറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ ആ സെറ്റ് അതിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും നെയ്ബർഹുഡ് ആയിരിക്കണം എന്നാണ്. നമ്മുടെ എം ടി സെറ്റിൽ ഒരു പോയിൻ്റ് പോലും ഇല്ല. അതിൽ പോയിൻ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നതും അതിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും നെയ്ബർഹുഡാണ് എം ടി സെറ്റ് എന്ന് പറയുന്നതും ഒരുപോലെയാണ്. ബിക്കോസ് അവിടെ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദിസ് ഡെഫിനിഷൻ ഹോൾഡ്സ് ട്രിവിയലി എന്ന് നമ്മൾ പറയുന്നു. അതായത് എം ടി സെറ്റും ഒരു ഓപ്പൺ സെറ്റാണ്. എം ടി സെറ്റ് ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് ആർ ഈസ് എ closed set. So from the definition of open and closed sets,
it follows that the set of all real numbers R and the empty set phi are closed also. സോ ആർ ഓപ്പണുമാണ് ക്ലോസ്ഡുമാണ്, അതുപോലെ എം ടി സെറ്റും ഓപ്പണുമാണ് ക്ലോസ്ഡുമാണ്. ദാറ്റ് മീൻസ് ദേ ആർ ക്ലോപ്പൺ സെറ്റ്സ്. അടുത്ത എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് എ ബി രണ്ട് റിയൽ നമ്പേഴ്സ് ആണെന്ന് കരുതുക ആൻഡ് എ ലെസ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ടോക്ക് അബൌട്ട് ഓപ്പൺ ഇൻ്റർവൽ എ ബി. അതിനെ ഞാൻ ജെ എന്ന് വിളിക്കുകയാണ്. ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി എടുത്തു. സപ്പോസ് ദിസ് ഇസ് അവർ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇത് ഓപ്പൺ സെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ യു ടേക്ക് എനി എക്സ് ഫ്രം ദിസ് സെറ്റ്. സപ്പോസ് ഐ എം ടേക്കിംഗ് എക്സ് ഹിയർ. ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡെങ്കിലും ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിൻ്റെ എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് മൈനസ് എപ്സിലൺ എക്സ് പ്ലസ് എപ്സിലൺ. ഓപ്പൺ ഇൻ്റർവൽ എക്സ് മൈനസ് എപ്സിലൺ എക്സ് പ്ലസ് എപ്സിലൺ. സോ എക്സിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് തന്നെയാണ് ലെഫ്റ്റിലേക്കും പോകേണ്ടത്, എപ്സിലൺ ഡിസ്റ്റൻസ് തന്നെയാണ് റൈറ്റിലേക്കും പോകേണ്ടത്. ഓക്കെ, രണ്ട് സ്ഥലത്തേക്കും ഒരേ ഡിസ്റ്റൻസ് പോകാൻ പറ്റണം. സോ ഞാനിവിടെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഐ വിൽ മെഷർ ദിസ് ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ്? ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സ് എയേക്കാൾ വലുതാണ്. സോ എയും എക്സും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. അതുപോലെ പിന്നെ ഞാൻ മെഷർ ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ബി. എക്സും ബിയും തമ്മിലുള്ള അകലം എന്താണ്? സോ ബി ആണ് ഇവിടെ വലുത്. സോ ബി മൈനസ് എക്സ് ആണ്, ബി മൈനസ് എക്സ് ആണ് എക്സും ബിയും തമ്മിലുള്ള അകലം. ഓക്കെ, ഇതിലേതാണോ ചെറുത് അതിനെ ഞാൻ എപ്സിലൺ എന്ന് വിളിക്കുന്നു. സോ ഐ എം ടേക്കിംഗ് എപ്സിലൺ ആസ് മിനിമം ഓഫ് എക്സ് മൈനസ് എപ്സിലൺ ആൻഡ് എക്സ് മൈനസ് എ ആൻഡ് ബി മൈനസ് എക്സ്. ഓക്കെ, സോ ഇപ്പം ഞാനീ വരച്ചത് പ്രകാരം എക്സ് മൈനസ് എ ആണ് ചെറുത്. സോ ദിസ് ഇസ് എപ്സിലൺ. സോ ഒരു കാര്യം ഉറപ്പാണ്, ഐ ക്യാൻ മൂവ് എപ്സിലൺ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആസ് വെൽ ആസ് ഐ ക്യാൻ മൂവ് എപ്സിലൺ ഡിസ്റ്റൻസ് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. സോ എക്സിൻ്റെ ഈ എപ്സിലൺ നെയ്ബർഹുഡ് എ ബിയുടെ ഉള്ളിൽ തന്നെ നിൽക്കും. ഓക്കെ, അത് നമുക്ക് അനലിറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യാം, ജോമെട്രിക്കലി നമുക്കിത് മനസ്സിലാക്കാം. സോ ഇനി നമ്മളത് അനലിറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ജെ ബി ആർബിട്രറിലി ചോസൺ. മീൻസ് ലെറ്റ് ദിസ് ബി എനി എലമെൻറ്റ് ഓഫ് ജെ. ടേക്ക് എപ്സിലൺ ഈക്വൽ ടു മിനിമം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എക്സ്. സോ മിനിമം ഓഫ് എക്സ് മൈനസ് എ ആൻഡ് ബി മൈനസ് എക്സ്. അടുത്തതായിട്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്, ഇതാണ് എപ്സിലണിൻ്റെ വാല്യൂ എങ്കിൽ വി എപ്സിലൺ ഓഫ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയിലുള്ള ഒരു എലമെൻ്റ് എടുക്കും, അത് ബിയിലുണ്ട് എന്ന് കാണിക്കും. സോ ഐ എം ടേക്കിംഗ് വൈ എലമെൻറ്റ് ഓഫ് വി എപ്സിലൺ ഓഫ് എക്സ്. വൈ വി എപ്സിലൺ ഓഫ് എക്സിലുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം y is an element of open interval x minus epsilon x plus epsilon. That means x minus epsilon less than y less than x plus epsilon. Okay, ഇനി ആരാണ് ഇവിടുത്തെ എപ്സിലൺ? ഇറ്റ് ഈസ് മിനിമം ഓഫ് എക്സ് മൈനസ് എ ആൻഡ് ബി മൈനസ് എക്സ്. അപ്പോൾ ഈ എപ്സിലൺ എന്ന് പറയുന്നയാൾ ചിലപ്പോൾ ലെസ് ദാൻ എക്സ് മൈനസ് എ ആയിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ടു എക്സ് മൈനസ് എ ആയിരിക്കാം. അപ്പോൾ എനിവേ എപ്സിലൺ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എ. അതുപോലെ തന്നെ നമുക്ക് ഈ എപ്സിലൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ലെസ് ദാൻ ബി മൈനസ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു ബി മൈനസ് എക്സ് ആയിരിക്കും. സോ എപ്സിലൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എക്സ്. സോ ഇത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാണ്. എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരു എക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും?
എക്സ് പ്ലസ് എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഓൾറെഡി വൈ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലൺ ഉണ്ട്. സോ വൈ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലൺ and this epsilon is less than or equal to b minus x. So x plus epsilon will be less than or equal to x plus b minus x, which is b. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കുക, y ലെസ് ദാൻ b. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്, എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എ. എപ്സിലൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x minus a. So minus epsilon will be greater than or equal to minus of x minus a, അതായത് a minus x. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഭാഗമാണ്. എക്സ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ വൈ ആണ് എന്ന് നമുക്കറിയാം. എക്സ് മൈനസ് എപ്സിലൺ ഈസ് ലെസ് ദാൻ വൈ. ദിസ് ഇംപ്ലൈസ് എക്സ് minus a minus x, sorry, x, this x minus epsilon can be written as x plus minus epsilon. This is less than y, and this implies x plus, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് എപ്സിലൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ മൈനസ് എക്സ് ഇവിടെ പ്ലസ് ആണ് വരിക. ദിസ് ഇസ് ലെസ് ദാൻ വൈ എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് എ ലെസ് ദാൻ വൈ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടി വൈ ലെസ് ദാൻ ബി, ഇവിടെ കിട്ടുന്നു എ ലെസ് ദാൻ വൈ. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. And this means y is an element of open interval AB. y നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? y element of v epsilon of x എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. and now we got y element of open interval AB. that means v epsilon of x ലുള്ളവരെല്ലാം ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലുണ്ട്. ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ് നമ്മുടെ j. so this v epsilon of x is a subset of j. okay, അപ്പോൾ അതുകൊണ്ട് എക്സ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. ഇനി എക്സ് ആരാ? എക്സ് ജെയിലുള്ള ആര് വേണമെങ്കിലും ആവായിരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ജെ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഓപ്പൺ എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവലാണ്. A is a real number. Then we will prove that this J is an open set in R. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എ ഇൻഫിനിറ്റി ആണ്. ഒരു എക്സ് നമ്മളിവിടെ നിന്ന് എടുക്കണു. എക്സിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡാണ് നമുക്ക് വേണ്ടത്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും. ബിക്കോസ് അവർ സെറ്റ് ഇസ് ഓപ്പൺ ഇൻ്റർവൽ എ ഇൻഫിനിറ്റി. പക്ഷേ എക്സിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എ എത്തുന്നത് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ റൈറ്റിലേക്ക് പോകാൻ നമുക്ക് എത്ര വേണമെങ്കിലും പെർമിഷൻ ഉണ്ട്. പക്ഷേ ലെഫ്റ്റിലേക്ക് പോകാൻ എ എത്തുന്നത് വരെയേ പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ എപ്സിലണായിട്ട് എടുക്കുന്നത് ഈ എക്സും എയും തമ്മിലുള്ള അകലമാണ്. എക്സും എയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇവിടെ എക്സ് മൈനസ് എ ആണ്. ഇതിനെയാണ് നമ്മൾ എപ്സിലൺ എന്ന് വിളിക്കുന്നത്. സോ ടേക്ക് എപ്സിലൺ ഈക്വൽ ടു എക്സ് മൈനസ് എ. സോ ദിസ് ഇസ് പോസിറ്റീവ്. നൗ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വി എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജെ എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ടേക്ക് വൈ എലമെൻ്റ് ഓഫ് വി എപ്സിലൺ ഓഫ് എക്സ്. വൈ വി എപ്സിലൺ ഓഫ് എക്സിലുണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് എക്സ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലൺ. ഓക്കെ, എനിവേ ദിസ് എക്സ് പ്ലസ് എപ്സിലൺ വിൽ ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇനി എപ്സിലൺ
എന്ന് വെച്ചാൽ ഇവിടെ എക്സ് മൈനസ് എ ആണ്. സോ മൈനസ് എപ്സിലൺ എന്ന് പറയുന്നത് എ മൈനസ് എക്സ് ആണ്. സോ ദാറ്റ് എക്സ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ വൈ ഇംപ്ലൈസ് എക്സ് പ്ലസ് എ മൈനസ് എപ്സിലൺ എക്സ് പ്ലസ് എ മൈനസ് എക്സ് is less than y, or this implies a less than y. അതായത് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഹിയർ വി ഹാവ് മൈനസ് എപ്സിലൺ ഈക്വൽ ടു എ മൈനസ് എക്സ്. രണ്ട് സൈഡിലും എക്സ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് എപ്സിലൺ ഈക്വൽ ടു എക്സ് പ്ലസ് എ മൈനസ് എക്സ് ആൻഡ് ദിസ് ഇസ് എ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ x plus a minus x less than y, which implies a less than y. ഓൾറെഡി നമുക്ക് y ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുണ്ട്, ഇവിടെ a ലെസ് ദാൻ y എന്നും കിട്ടി. അപ്പോൾ അതുകൊണ്ട് y ഈസ് ഇൻ a ഇൻഫിനിറ്റി. സോ y നമ്മൾ എടുത്തത് വി എപ്സിലൺ ഓഫ് എക്സ് എന്നായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടി അത് a ഇൻഫിനിറ്റിയിലുണ്ടെന്ന്. ദാറ്റ് മീൻസ് വി എപ്സിലൺ ഓഫ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് j. So J is a neighborhood of each of its points, hence it is an open set. അടുത്ത എക്സാമ്പിൾ, ഇവിടെ ഞാൻ J ആയിട്ട് എടുക്കുന്നത് ക്ലോസ്ഡ് എ ഓപ്പൺ ബി, ആൻഡ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ് ഇൻ നോട്ട് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ആർ. ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ ഈ സെറ്റിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡെങ്കിലും ഈ സെറ്റിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഓപ്പൺ അല്ല എന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെയെങ്കിലും ഒരു നെയ്ബർഹുഡ് പോലും ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ ഏത് പോയിൻറ്റിൻ്റെയാണ് നെയ്ബർഹുഡ് ഈ ക്ലോസ്ഡ് എ ഓപ്പൺ ബിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ചാൻസ് ഇല്ലാത്തത്? നമുക്ക് ജോമെട്രിക്കലി നോക്കിയാൽ അറിയാം, ഈ എ എന്ന് പറയുന്ന പോയിൻ്റ് ഇതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും, നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ഒക്കെ രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ പോകണമല്ലോ, എ മൈനസ് എപ്സിലൺ എ പ്ലസ് എപ്സിലൺ, ആ ഫോമിലാണ് ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും ഉണ്ടാവുക. സോ എപ്സിലൺ ഡിസ്റ്റൻസ് നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എത്തുന്നത് എ മൈനസ് എപ്സിലണിലാണ്. സോ ഇത്രയും ഭാഗം നമ്മൾ എടുത്തിരിക്കുന്ന എ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുണ്ടാവില്ല. സോ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ഈസ് നോട്ട് എ നെയ്ബർഹുഡ് ഓഫ് ദ പോയിൻ്റ് എ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റ് ഓപ്പൺ അല്ല. ഇനി ഇത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ്. ദ നമ്പർ എ ഈസ് ഇൻ ജെ. ഇത് ജെയിലുണ്ട്. ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ദെൻ എ മൈനസ് എപ്സിലൺ, if this is a, ഇതാണ് a മൈനസ് എപ്സിലൺ, ദെൻ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും a മൈനസ് എപ്സിലൺ ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് a മൈനസ് എപ്സിലൺ ലെസ് ദാൻ a മൈനസ് എപ്സിലൺ ബൈ 2 ലെസ് ദാൻ a പ്ലസ് എപ്സിലൺ. അപ്പോൾ ഈ എ മൈനസ് എപ്സിലൺ ബൈ 2 എന്ന് പറയുന്നത് എ മൈനസ് എപ്സിലണിനും എ പ്ലസ് എപ്സിലണിനും ഇടയിലാണ്. സോ എ മൈനസ് എപ്സിലൺ ബൈ 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് വി എപ്സിലൺ ഓഫ് എ. പക്ഷേ ഈ എ മൈനസ് എപ്സിലൺ ബൈ 2 എന്ന് പറയുന്നത് എയേക്കാളും ചെറുതാണ്. എയേക്കാളും ചെറുതാണെങ്കിൽ അതിന് ജെയിൽ ഉണ്ടാവാൻ പറ്റില്ല, ബിക്കോസ് ജെ ഈസ് എ ബി. Okay, so a minus epsilon by 2 is in v epsilon of a, but this is not in j. Means v epsilon of a is not a subset of j. എന്താ കിട്ടുന്നത്? v epsilon of a is not a subset of j for any epsilon greater than 0. So എയുടെ ഒരു നെയ്ബർഹുഡ് പോലും ജെയുടെ സബ്സെറ്റ് ആവില്ല. Therefore, J is not an open set in R. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ എ ക്ലോസ്ഡ് ബിയുടെ കാര്യവും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ആർ. നൗ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ജെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്.
ദെൻ ജെ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ഇൻ ആർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ആരാണ് ഇവിടെ നമ്മുടെ ജെ എന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി എ, ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി എ യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ ബി ഇൻഫിനിറ്റി. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗവും. സോ ജെ കോംപ്ലിമെൻ്റ് ഇസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി എ യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ ബി ഇൻഫിനിറ്റി. നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ആണ് എന്ന് കാണിക്കണം, എന്നാലേ ജെ ക്ലോസ്ഡ് ആവുള്ളൂ. ഇത് ഓപ്പൺ ആണെന്ന് കാണിക്കാനായിട്ട് ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ജെ കോംപ്ലിമെൻറ്റ്. എക്സ് ജെ കോംപ്ലിമെൻറ്റിലുണ്ടെന്ന് പറയുമ്പോൾ എക്സ് ഈ യൂണിയനിലുണ്ട്. യൂണിയനിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ മൈനസ് ഇൻഫിനിറ്റി എയിലുണ്ടാവും, അല്ലെങ്കിൽ ബി ടു ഇൻഫിനിറ്റിയിലുണ്ടാവും. സോ എക്സ് ഈസ് ഇൻ മൈനസ് ഇൻഫിനിറ്റി എ ഓർ എക്സ് ഈസ് ഇൻ ബി ഇൻഫിനിറ്റി. സപ്പോസ് എക്സ് ഈസ് ഇൻ മൈനസ് ഇൻഫിനിറ്റി എ, എക്സ് മൈനസ് ഇൻഫിനിറ്റി എയിലാണ് ഉള്ളത് എന്ന് കരുതുക. സപ്പോസ് എക്സ് ഇസ് ഹിയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് എ എത്തുന്നത് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ എനിക്ക് എപ്സിലണിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ ഈ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് എ മൈനസ് എക്സ്. സോ ടേക്ക് എപ്സിലൺ ഈക്വൽ ടു എ മൈനസ് എക്സ് വിച്ച് ഇസ് പോസിറ്റീവ്. ദെൻ വി എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി എയുടെ സബ്സെറ്റ് ആയിരിക്കും. ആൻഡ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് ജെ കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണ്. ബിക്കോസ് മൈനസ് ഇൻഫിനിറ്റി എയും ബി ഇൻഫിനിറ്റിയും കൂടി ചേർന്നതാണ് ജെ കോംപ്ലിമെൻറ്റ്. സോ മൈനസ് ഇൻഫിനിറ്റി എ ഈസ് എ സബ്സെറ്റ് ഓഫ് ജെ കോംപ്ലിമെൻറ്റ്. സോ വി ഗെറ്റ് വി എപ്സിലൺ ഓഫ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജെ കോംപ്ലിമെൻറ്റ്. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുകയാണ്. സപ്പോസ് എക്സ് ഈസ് ഇൻ ബി ഇൻഫിനിറ്റി. എക്സ് ബി ഇൻഫിനിറ്റിയിലാണുള്ളത് എന്ന് കരുതുക. സോ ദിസ് ഇസ് ബി ഇൻഫിനിറ്റി. ഇവിടെയാണ് എക്സ് ഉള്ളത് എന്ന് കരുതുക. സോ എക്സിന് റൈറ്റ് സൈഡിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ അവിടെ പെർമിഷൻ ഉണ്ട്. പക്ഷെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ബി എത്തുന്നത് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് എപ്സിലണിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബിയും എക്സും തമ്മിലുള്ള അകലാണ്. അതായത് എപ്സിലൺ ഈസ് എക്സ് മൈനസ് ബി. ഇപ്പോഴും വി എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ഇൻഫിനിറ്റിയിലുണ്ടാവും. ബി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ജെ കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണ്. സോ ഈ രണ്ട് കേസിലും വി എപ്സിലൺ ഓഫ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജെ കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ജെ കോംപ്ലിമെൻറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ജെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ ജെ ക്ലോസ്ഡ് സെറ്റാണ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന പ്രോബ്ലംസ് ഇതെല്ലാം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ട്രൈ ടു പ്രൂവ് ഇറ്റ് യുവർ സെൽഫ്. ചിലപ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്തിട്ടല്ല നിങ്ങളിതിന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. സ്വയം പ്രൂഫ് എഴുതി ശീലിക്കാം. സോ ഓപ്പൺ സെറ്റിൻ്റെയും ക്ലോസ്ഡ് സെറ്റിൻ്റെയും കൂടുതൽ പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.